സൗദിയിലേക്കും കുവൈത്തിലേക്കും വൈകാതെ തന്നെ മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യുഎഇയിലെത്തിയ ഇന്ത്യൻ യാത്രക്കാർ. മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കി മാതൃകയാവുകയാണ് KMCC UAE ഘടകം. അജ്മാനിൽ ഒരുക്കിയ താമസ കേന്ദ്രത്തിൽ മലയാളികൾക്ക് പുറമെ നിരവധി ഉത്തരേന്ത്യൻ പ്രവാസികളും ഉൾപ്പെടും. സന്ദർശക വിസയിലെത്തിയവരുടെ കാലാവധി 1 മാസം നീട്ടി നൽകാനുള്ള UAE തീരുമാനം ഇവർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. സൗദി, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് മൂലം ബുദ്ധിമുട്ടിലായ 350-ലേറെ പേർക്കാണ് KMCC അജ്മാനിൽ ഈ കേന്ദ്രത്തിൽ തണലൊരുക്കുന്നത്. ശനിയാഴ്ച മുതൽ ഇന്ന് വരെ എത്തിക്കപ്പെട്ട അൽഹംദുലില്ലാ ഹൈറാണ് KMCC ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ, ഞങ്ങളൊരാൾ ഇന്നലെ കുവൈത്ത്, സൗദി പോകാൻ വേണ്ടി വന്ന ആളുകൾ ഇവിടെ കുടുങ്ങിയത് ഇങ്ങനെ വലിയൊരു തണലാണ് ഇത് ചെയ്തത്. ഞങ്ങളെ പാക്കേജൊക്കെ തീർന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ഘട്ടത്തിലാണ് ഇങ്ങനെ വിളിച്ചത്. അപ്പോൾ അവരെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്ന്, എല്ലാ ഭക്ഷണവും കാര്യങ്ങളും മറ്റുള്ള എല്ലാ ഉപകാരങ്ങളും ഇവർ ചെയ്തു തന്ന് ഞങ്ങൾ ഒരിക്കലും മറക്കൂല. मिले जुले उनसे, तो उन्होंने हमें ये KMC का जो है एक नंबर दिए, एक नंबर नहीं बहुत सारे नंबर दिए, और उन्होंने मेरी बड़ी हेल्प की. तो ये पूरे हिंदुस्तान के लिए फ़ख्र की बात है, हमारे लिए भी तो बेहद फ़ख्र की बात है, और हम आपके लिए दुआएं. കോവിഡ് കാലത്തെ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പ്രവർത്തനവും. അപ്പോൾ അജ്മാനിൽ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു, പ്രത്യേകിച്ച് അപ്പോൾ അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഉടൻ തന്നെ ഇവിടുത്തെ ഡയറക്ടറുമായിട്ട് സൂപ്പി സംസാരിക്കുകയും അദ്ദേഹം ഒരു ബിൽഡിംഗ് അതിനായിട്ട് നമുക്ക് വിട്ടുതരാൻ തയ്യാറാവുകയും അത് ഫുൾ ഫർണിഷിംഗ് KMCC നടത്താം എന്നാവശ്യപ്പെടട്ടെ. ഞങ്ങൾക്കൊരു 200,000 ദിർഹംസിൻ്റെ ചെലവ് മൊത്തം ഫർണിഷിംഗ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ ഫർണിച്ചർ ചെയ്ത് നമുക്ക് തുടങ്ങാൻ സാധിച്ചു. അത് സൂചിപ്പിച്ചത് ഏകദേശം 350 ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അജ്മാൻ KMCCയുടെ പ്രവർത്തകന്മാർ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ 24 മണിക്കൂർ ഇവിടെ സേവനമനുസരിച്ച് ജോലിയുള്ള ആൾക്കാർ ജോലിക്ക് പോയി തിരിച്ചു വരും. ആ സമയത്ത് ഈ കാണുന്ന മുഴുവൻ അജ്മാൻ KMCCയുടെ പ്രവർത്തകന്മാരും ആണ് 24 മണിക്കൂർ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. യാതൊരു തരം ബുദ്ധിമുട്ടുകളില്ല. സ്വന്തം വീട് പോലെ എല്ലാ സമയാസമയത്തിന് ഭക്ഷണം റൂമിലെത്തിച്ച് തന്ന്, വിളിച്ചു തന്ന്, വെള്ളവും ചായയും എല്ലാം വളരെ സ്നേഹപൂർവ്വം ഞങ്ങളെ പരിചരിക്കുന്നുണ്ട്. इस हेल्प से हम इतने खुश हैं कि अपने माँ बाप भाई बहन सबसे बताएं कि KMCC को किसी तरह की दिक्कत या दुख या किसी भी कोई फंसा हो यहाँ पे तो आ सकता है. हमने अपने दोस्तों से भी बताया कि ऐसे हमें यहाँ हेल्प मिल रही है. ഇതിലും വലുത് ഞങ്ങൾക്കൊന്നും കിട്ടാല്ല. ഇത് ഞങ്ങൾക്ക് പറയാനില്ല. എല്ലാവരും 3 നാളും വലുതൊന്നുമില്ല. KMCCൻ്റെ ഇത് എന്നും ഞങ്ങൾക്ക് നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇതിലും വലുതൊന്നും ഞങ്ങൾക്ക് ഇനിയില്ല. ദുബായ് വൈദ്യാധികാരിയുമായ ഡിസൈനേഴ്സ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് തൈബ് അവരുടെ പുതിയ പ്രഖ്യാപനം, അതായത് ഇവിടെ വന്ന ആളുകൾക്ക് സൗദിയിൽ പോവേണ്ട അല്ലെങ്കിൽ കുവൈറ്റിലൊക്കെ പോവേണ്ട ഇവിടെ വന്നുപെട്ട ആളുകൾക്ക് 1 മാസം കൂടി വിസ അധികം അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന ആ ന്യൂസ് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. വി ആർ വെരി താങ്ക്ഫുൾ ടു ഡിസൈനേഴ്സ് ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് UAE. നമുക്ക് ഡെയിലി ഞങ്ങൾ ഏകദേശം 350-375 ഭക്ഷണമാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡെയിലി ഒരു കാറ്ററിംഗ് ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് 3 നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ്, ടീ, എല്ലാ സമയത്തും ടീയും സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ ഡിഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ തമീം അഹമ്മദിനൊപ്പം MCA നാസർ, മീഡിയ 1.